Hi friends, welcome to Europe Diary. Hi dear friends, welcome to European Diary. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഓസ്ട്രിയയെക്കുറിച്ച് ഏതൊരു വ്യക്തിയും ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടി വരുന്ന ഹാൽസ്റ്റാറ്റ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള ഈ വില്ലേജിൻ്റെ കാഴ്ചകളും കുറേ വിവരണങ്ങളും എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചേരാം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളിലോട്ട് പോവാം. ബാ. അപ്പോൾ ഹാൽസ്റ്റാറ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും നല്ല കിഡിലും ഫോട്ടോസ് കിട്ടുന്നത്. അത് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഔസിഹ്റ്റ് പുങ്ക്ട്, ഞാനത് എഴുതി കാണിക്കാം. ഔസിഹ്റ്റ് പുങ്ക്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് കണക്ക് തന്നെ ബാഡസ്ട്രാൻഡ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. രണ്ട് സ്ഥലത്തിൻ്റെയും നമ്മൾ ഈ രണ്ട് സ്ഥലത്തും പോയി കഴിഞ്ഞാലാണ് നമ്മുടെ പോസ്റ്റ് കാർഡിലൊക്കെ കിട്ടുന്ന കറക്റ്റായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഹാൽസ്റ്റാറ്റിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിലുള്ളൊരു ഗുണം, നമുക്കിവിടെ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നേരം വെളുക്കും രാവിലെ. ആ സമയത്ത് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടിലം വ്യൂ ആയിരിക്കും. അത് കണക്ക് തന്നെ ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. അത് കണക്ക് തന്നെ ബോട്ടും കാര്യങ്ങളൊന്നും ഈ തടാകത്തിനകത്ത് ഓടി തുടങ്ങാത്തത് കൊണ്ടിട്ട് വേവുകളെല്ലാം വളരെ സൈലൻ്റായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നല്ല ഒരു വല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറാണ്, പൊളിയാണ്. ഈ ഹാൽസ്റ്റാറ്റ് ലോകപ്രസിദ്ധമാവാനായിട്ടുള്ളൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹാൽസ്റ്റാറ്റ് തടാകത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള പാറ പർവ്വതത്തിനകത്താണ് ഇവിടെയുള്ള കുറേ വീടുകളൊക്കെ നിർമ്മിച്ച് വെച്ചേക്കുന്നത്. 16-ാം നൂറ്റാണ്ട് മുതലേ ഉള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ ഒരുപാട് വീട് വെക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ഇതിൻ്റെ മലയുടെ ഒരു സൈഡിൽ തന്നെയാണ് ഈ വീടുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ക്രിസ്ത്യൻ പള്ളികളാണ് ഉള്ളത്. അതിനകത്തുള്ള കാത്തലിക് ക്രിസ്ത്യൻ പള്ളിയിലോട്ടൊന്ന് പോവാണ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കിർഹൻ സ്റ്റീഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് കയറിപ്പോൾ പള്ളിയിലോട്ട് കയറിപ്പോൾ പടി എന്നാണ് കേട്ടോ. ഇതാണ് ഹാൽസ്റ്റാറ്റിൻ്റെ സെമിത്തേരി എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു ആൾക്കാരുടെയൊക്കെ അസ്ഥികൂടങ്ങൾ പുറത്തെടുത്തതിന് ശേഷം എൻ്റെ തലയിൽ അവരുടെ പേരെഴുതിയിട്ട് ഇവിടെ ഒരു ബൈൻ ഹൗസ് എന്ന് ജർമ്മനിൽ പറയപ്പെടുന്ന അസ്ഥികൂടങ്ങളുടെ ഒരു വീട് എന്നുണ്ടെങ്കിൽ പറയാം, അവിടെ അതിനകത്തെല്ലാം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നും ഇപ്പോഴിത് മസ്റ്റല്ല, പണ്ടത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ ഈ സമയത്തുള്ള ആൾക്കാർ, മരിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് അവർ പറയും എൻ്റെ തലയോട്ടി എടുത്തിട്ട് ഇവിടെ പേരെഴുതി വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അവരുടെ തലയോട്ടിയും ഇതിനകത്ത് എടുത്ത് വയ്ക്കും. അപ്പോൾ ഈ തലയോട്ടികളുടെ അസ്ഥികൂടമൊക്കെ ഉള്ളൊരു ബിൽഡിംഗ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനകത്തോട്ട് പോയിട്ട് കുറച്ച് കാഴ്ചകളിലൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് അസ്ഥികൂടങ്ങളുടെ അകത്തോട്ട് കയറാൻ പോവാണ്. ഇത് ലോകത്തിൽ വളരെ വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണിതെന്നാണ് പറയപ്പെടുന്നത്. അകത്തോട്ട് കയറിയിട്ട് നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിലെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഇവിടെ എൻട്രി ടിക്കറ്റ് €1.50 ആയിട്ടുള്ളൂ. വളരെ ചീപ്പായിട്ടുള്ള എൻട്രിയാണ്. അപ്പോൾ നമുക്ക് അതെടുത്തിട്ട് അകത്ത് കയറിയിട്ട് അസ്ഥികൂടങ്ങളൊക്കെ നോക്കിയിട്ട് വരാം. താങ്കേ ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുന്ന ഈ ബൈൻ ഹൗസ് എന്ന് ജർമ്മനിൽ പറയപ്പെടുന്ന നമുക്ക് ബോൺ ഹൗസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. എല്ലുകളുടെ വീട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിനകത്ത് 1200 തലയോട്ടികളാണുള്ളത്.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വലിയ സെമിത്തേരിയൊന്നുമില്ല. ഇവിടെ ഉള്ള സെമിത്തേരി വലുതാക്കാനും അവരെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടിട്ട് എല്ലാ സെമിത്തേരികളിലും ആൾക്കാർ മരിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ തലയോട്ടിയും എല്ലും കാര്യങ്ങളെല്ലാം പുറത്തെടുത്തതിന് ശേഷം അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി ഇതിനകത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർ അവരുടെ ശരീരം കത്തിച്ച് ഭസ്മമാക്കി കളയുന്നവരുണ്ട്. പക്ഷെ ഇന്നും ഈ അവരുടെ തലയോട്ടി എഴുതി വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഇവിടെ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് ഇവർക്ക് മരിച്ചതിന് ശേഷം ഒരു 10-15 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരുടെ തലയോട്ടി പുറത്തെടുത്തിട്ട് പേരൊക്കെ എഴുതി വയ്ക്കും. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ചാണ് ഒരേ സ്ഥലത്തായിരിക്കും വരുന്നത്. ഇപ്പോൾ ഉദാഹരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെയിം പേരിലുള്ള ആൾക്കാരെ കാണാൻ പറ്റും. നമ്മൾ ഹാൾസ്റ്റാറ്റ് അടിച്ചു നോക്കുമ്പോൾ തന്നെ കാണുന്ന ഫോട്ടോയിലുള്ള ഒരു പള്ളിയാണ് നമ്മുടെ ഇവിടെയുള്ള എവങ്കലിഷ് ക്രിഹ എന്ന് ജർമ്മനിൽ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ചേർച്ച് എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് ഇംഗ്ലീഷിൽ. ആ പള്ളിയാണത്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഴുകുതിരി എടുത്ത് കത്തിച്ചിട്ട് അതിന് കത്തിക്കുന്നതിന് €1 നമ്മൾ കൊടുക്കണം. അത് നമ്മൾ പിന്നെ സ്വന്തമായിട്ട് കാണിക്കകത്ത് ഇട്ടാൽ മതി. പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് ചേർച്ച് എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും കാണത്തില്ല. ഡെക്കറേഷനൊക്കെ വളരെ കുറവാണ്. ഈ ഹാൾസ്റ്റാറ്റ് എന്ന് പറയുന്ന സ്ഥലം 1997 വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ എന്തായിട്ടാണ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്നുള്ള പേരോടുകൂടി ചേർത്തിട്ടുള്ള സ്ഥലമാണ്. അതിനൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം ഇവിടെ 9:45 ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിഷ്വൽസ് കാണിക്കാം. ഇവിടെ ഫുൾ ആൾക്കാരുടെ തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ ഈ സീസണിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 9 മണിക്ക് മുന്നേ വരാനായിട്ട് നോക്കണം. അപ്പോൾ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണ് ഹൈ സീസൺ ആയിട്ടുള്ള ടൈം. അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കിഡിലായിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാ വീടിൻ്റെ ബാൽക്കണിയിലും പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല കിഡിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് താമസിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ നിന്ന് 1 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇങ്ങോട്ട് ഹാൾസ്റ്റാറ്റിലോട്ട്. അപ്പോൾ ഇവിടെ ഞാൻ താമസിച്ച ഹോട്ടലോ അത് നമുക്ക് പഴയ ഒരു ഹട്ടാണ് എന്ന് വേണമെന്നുണ്ടെങ്കിലൊക്കെ പറയാം. ഒരു പഴയ ഹോട്ടലാണ്. വളരെ ചീപ്പായിട്ടൊരു നല്ല ഓഫറിൽ കിട്ടിയപ്പോൾ സിറ്റിക്ക് അകത്ത് തന്നെ താമസിക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഞാൻ എടുത്തത്. ഈ അപ്പാർട്ട്മെൻറ്റ് പേരാണ് ഗാസ്റ്റ് ഹോഫ് സിമോണി. അത് ഗസ്റ്റ് ഹൗസ് സിമോണി എന്ന് നമുക്ക് പറയാം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. ഈ ഹാൾസ്റ്റാറ്റിലെ വെള്ളത്തിന്റെ പ്രത്യേകത ഭയങ്കര ക്ലിയർ ആണ്. നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ കാണാൻ പറ്റും നന്നായിട്ടൊക്കെ. പിന്നെ അതേണക്ക് തന്നെ ഈ ഏരിയയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് താമസ സൗകര്യങ്ങൾ കിട്ടും. അത് നമുക്ക് എപ്പോഴും booking.comലൊന്നും കിട്ടത്തില്ല. ചില ജർമ്മൻ സൈറ്റുകളിലൊക്കെ ആയിരിക്കും നമുക്ക് അതിന് ഹാൾസ്റ്റാറ്റിൻ്റെ തന്നെ ബേസ് സാൽസ്കാമ ഗുഡ് ഏരിയയുടെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോം പേജ് ഉണ്ട്. അതിനകത്ത് കുറേ ചീപ്പായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ട്രാവലിൻ്റെ ഇടയ്ക്ക് അവസാനമൊക്കെ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഐസ് കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിടിലുമായിരിക്കും. അത് പ്രത്യേകിച്ച് ഈ തടാകത്തിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ. സാൽസ്ബുർഗിൽ നിന്ന് നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അവിടുന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ബോട്ടിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അതും തുച്ഛമായിട്ടുള്ള പ്രൈസേ ആവുന്നുള്ളൂ. അതിൻ്റെ സംഭവം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് നിങ്ങൾ എവിടെ നിന്ന് വിയന്നയിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ സ്വന്തം കാറിലാണെന്നുണ്ടെങ്കിൽ 3.5 തൊട്ട് 4 മണിക്കൂർ വരെയാണ് സമയം എടുക്കുന്നത്. സാൽസ്ബുർഗിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ബസ്സിനും വരാം, അതേ കണക്കിന് ട്രെയിനിനും വരാം. ബസ്സിന് വന്നു കഴിഞ്ഞാൽ 1.25 മണിക്കൂറും, ട്രെയിനിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂറിന് അടുത്തും സമയമെടുക്കും. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് ബസ്സിൻ്റെ നമ്പർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150, അത് കണക്ക് തന്നെ 542, 543 ഈ ബസ്സുകളാണ് സാൽസ്ബുർഗിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ ഉള്ളൊരു സംഭവമാണ് കെബാബ് എന്ന് പറയുന്നത്. ഞാൻ 1-2 വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മുടെ ടേസ്റ്റിനൊക്കെ പിടിക്കുന്ന സംഭവമാണ് ഇവിടെ ഉള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിzzയോ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കഴിക്കും. ഇതിൻ്റെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ടേസ്റ്റ് നമുക്ക് കുറച്ചൊക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ്. അതേ കണക്ക് തന്നെ റേറ്റും കുറച്ച് കുറവായിരിക്കും. ഞാൻ ഈ ഓസ്ട്രേലിയയിലുള്ള ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരൊക്കെ പോയി കാണണം ആ വീഡിയോ. ഞാനൊരു ലെതറിൻ്റെ നിക്കറൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കൊച്ചുങ്ങളെയൊക്കെ ആയിട്ട് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, പെൺകൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിയന്തൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 39-40 യൂറോയാണ്. ഏകദേശം ഒരു 3200 രൂപ മുകളിലോട്ട് വരും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ട്രഡീഷനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോക്കാം. അതേ കണക്ക് തന്നെ ഇതാണ് ലെതർ കൊണ്ടുണ്ടാക്കിയ നിക്കർ, ആൺപിള്ളേർക്കുള്ളതാണിത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 50 യൂറോ വരും. എത്രയാണ്? 5840, 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിട്ട് കൂട്ടാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അടുത്തൊരു കേസാണ്, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്നത്, ട്രാവൽ ചെയ്യാത്തവർക്ക് അറിഞ്ഞൂടാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് സുവനീർസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഷോക്കേഴ്സിന് വെക്കാനും അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ നമ്മൾ പലപ്പോഴും വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ യൂറോപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞൊരു പോസ്റ്റ് കാർഡാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് പോസ്റ്റ് കാർഡിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കുന്ന സ്ഥലമൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒരു ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഫോട്ടോയും അതേ കണക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണ്ടത്തെ കണക്ക് ലെറ്റർ എഴുതാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ളൊരു കാർഡാണ്. ഇത് ഇന്ത്യയിൽ പലപ്പോഴും നമുക്കിത് കാണാൻ കിട്ടാറില്ല, വളരെ കുറവാണ് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ ആദ്യം കമൻ്റ് ഇടുന്ന ആളിനും 100ാമത് കമൻ്റ് ഇടുന്ന ആളിനും ഓരോ പോസ്റ്റ് കാർഡ് ഞാൻ അയച്ചു തരുന്നതാണ്. കമൻ്റ് ഇട്ടതിന് ശേഷം ഞാൻ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തരണം. ഓക്കെ, അപ്പോൾ പോസ്റ്റ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം കമൻ്റ് ഇടുന്ന ആളിനും 100ാമത് കമൻ്റ് ഇടുന്ന ആളിനും ഞാൻ ഈ പോസ്റ്റ് കാർഡ് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റ് കാർഡിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര രൂപ ആവുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു കാർഡല്ലേ എന്നുള്ളതൊക്കെയാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, ഞാനും അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാർഡ് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെന്തോ വലിയൊരു സംഭവമായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയമെടുത്തു അവരെക്കുറിച്ച് ചിന്തിച്ചെന്നൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഓസ്ട്രിയൻ രാജ്യത്തിലെ ഓബർ ഓസ്ട്രഹി എന്ന് പറയുന്നത്, അതായത് അപ്പർ ഓസ്ട്രിയ എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ആൽപ്സ് നിരകളിൽപ്പെട്ട സാൽസ്കാമഗുട്ട് എന്ന് പറയുന്ന മേഖലയിൽ ഉള്ള ഹാൽസ്റ്റാറ്റ് സേ എന്ന് പറഞ്ഞാൽ ഹാൽസ്റ്റാറ്റ് തടാകത്തിന്റെ പടിഞ്ഞാറൻ തീരത്തായിട്ടാണ് ഹാൽസ്റ്റാറ്റ് എന്ന് പറയുന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള വേറൊരു പോസിബിലിറ്റിയാണ് നമ്മുടെ ഇലക്ട്രിക് ബോട്ട് എടുത്തിട്ട് നമുക്ക് തടാകത്തിലൂടെ ഒരു കറങ്ങി സ്വന്തമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാന്നുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ അതിനകത്ത് 2 സംഭവങ്ങളുണ്ട്. ഒന്ന് ഇലക്ട്രിക് ബോട്ടിൻ്റെ 500 വാട്ടിൻ്റെ ഉണ്ട്, അതുകൊണ്ട് തന്നെ 300 വാട്ടിൻ്റെ ഉണ്ട്. 300 വാട്ടിൻ്റെ അരമണിക്കൂറിന് 14 യൂറോയും 14 യൂറോയും 500 വാട്ടിൻ്റെ 17 യൂറോയാണ് വരുന്നത്. 1 മണിക്കൂറത്തേക്ക് 500 വാട്ടിൻ്റെ 22 യൂറോയാണ് വരുന്നത്. അതല്ലാതെ നമ്മൾ റൗണ്ട് ട്രിപ്പിനായിട്ട് വലിയ കപ്പലിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾക്ക് 12 യൂറോ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഇലക്ട്രിക് ബോട്ടിൽ നമുക്ക് 5 പേർക്ക് വരെ പോകാൻ പറ്റും. അപ്പോൾ നീന്തലെന്ന് അറിഞ്ഞിടാത്ത ആൾക്കാർ ദയവ് ചെയ്ത് ബോട്ട് എടുത്ത് പോകണ്ട. നീന്തലൊക്കെ അറിയാവുന്ന ആൾക്കാർ പോകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ജാക്കറ്റും കൂടെ ഇട്ടുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് മുങ്ങിപ്പോയിരിക്കാൻ വേണ്ടി. Ich wünsche Ihnen viel Spaß, eine schöne Fahrt. അപ്പോൾ നമ്മുടെ കാറൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ബോട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് കുറച്ച് നീന്താനൊക്കെ അറിയാം. അത്യാവശ്യം വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അപ്പോഴും തന്നെ തട്ടി പോകത്തില്ല. പക്ഷെ എൻ്റെ കൂടെ നല്ല നീന്തൽ അറിയാവുന്ന 2 ആൾക്കാരുണ്ട്. അതുകൊണ്ടിട്ട് വേറെ പേടിക്കാനൊന്നുമില്ല. ഞാൻ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അവരെന്നെ രക്ഷിച്ചോളും.
നമ്മൾ ഈ ബോട്ട് എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് ഈ ഗ്രാമം എത്ര ചെറുതാണെന്ന് നമുക്ക് മനസ്സിലാവും. വളരെ വളരെ ചെറുതാണ്, പക്ഷേ വണ്ടർഫുൾ ആയിട്ടുള്ള, നമുക്ക് നല്ല കിടിലം ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. സംഭവം പൊളിയാണ്. അപ്പം നിങ്ങൾക്ക് നീന്താനൊക്കെ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബോട്ട് എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോകണം. അപ്പോൾ നമ്മൾ ആ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു ചെറിയൊരു കോട്ടയോ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വീട് എന്താണെന്ന് അറിയാൻ വയ്യ കറക്റ്റായിട്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് അത് ഞാൻ എഴുതി കാണിക്കാം. ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇലക്ട്രിക് ബോട്ട് എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ വന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ പോവാം. അപ്പോൾ നമുക്ക് ഹാൽസ്റ്റാറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു വ്യൂ കാണാനായിട്ടുള്ള പോയിന്റാണ് സ്കൈ വാക്ക് എന്ന് പറയുന്നത് ഹാൽസ്റ്റാറ്റിലെ. അപ്പോൾ അത് നമ്മൾ ഇവിടെ നിന്ന് മുകളിലോട്ടൊരു പ്രത്യേകതരമായിട്ടുണ്ടാക്കിയിട്ടുള്ള കേബിൾ കാറിലാണ് മുകളിലോട്ട് പോകുന്നത്. ഒരാൾക്ക് അഡൽറ്റിന് മുകളിലോട്ട് പോയിട്ട് താഴോട്ട് വരുന്നതിന് 12 യൂറോ 18 യൂറോയാണ് വരുന്നത്. ഞാൻ നോക്കിയിട്ട് പറയാത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉപ്പുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് നമ്മൾ പോകുന്നില്ല. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൂടെ ഞാൻ കുറച്ച് ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ കവർ ചെയ്ത് അതുകൂടെ കാണിക്കാം. ഓക്കെ, ടിക്കറ്റ് നമുക്ക് ഇവിടെ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് എടുത്തിട്ട് നമുക്ക് വരാം. നമുക്കപ്പോൾ സമയമൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തിട്ട് വരാൻ പറ്റും. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ പോകാൻ പോകുന്ന മലയും കാര്യങ്ങളൊക്കെ കടലിനടിയിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇവിടെ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പാറക്കല്ല് കണക്കിരിക്കുന്ന സംഭവമാണ് ഇവിടുത്തെ ഉപ്പെന്ന് പറയുന്നത്. നമ്മുടെ ഹിമാലയൻ സാൽസൊക്കെ പോലെയുള്ള സംഭവമാണ് ഇത്. മലയ്ക്കകത്ത് കുഴിച്ചിട്ട് അതിനകത്തു നിന്നാണ് ഈ സംഭവം എടുക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരുപാട് ഉപ്പ് മലകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് സാൽസ് ബെർഗ് എന്ന് പറയുന്നത്. സാൽസ് എന്ന് പറഞ്ഞാൽ ഉപ്പ്, ബെർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല അല്ലെന്നാണ് ഈ പർവ്വതം. അപ്പോൾ അതിനകത്ത് പർവ്വതത്തിനകത്തൂടെ ഇത് ഇങ്ങനെയുള്ള സംഭവത്തിലാണ് ഇവർ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത്. ചെറിയ തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ബോക്സുകളുണ്ട്, അതുവഴിയാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് വേൾഡ് ഹെറിറ്റേജിൽ ഇടം നേടിയിട്ടുള്ള സ്കൈ വാക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഹാൽസ്റ്റാറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 350 മീറ്റർ മുകളിലാണ് ഈ സംഭവം ഉള്ളത്. ഇവിടെ വന്നിട്ട് 18 യൂറോ കൂടെ കൊടുത്ത് മുകളിലോട്ട് വന്നില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. ഇവിടെ ഇതിന്റെ മുകളിലോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിസ്ക്രൈബിൾ എന്നൊക്കെ പറയാല്ലേ, പറയാൻ പറ്റാത്തതിലപ്പുറമാണ്. അടിപൊളി. വേൾഡ് ഹെറിറ്റേജ് വ്യൂയിലോട്ട് പോവാം.
അപ്പൊ ഹാൽസ്റ്റാറ്റ് കറങ്ങി അടിച്ച് തളർന്നൊക്കെ മുകളിലോട്ട് കയറി കുറെ മലയാളികളെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജെൻസും അതേപോലെ കൂട്ടുകാരുമാണ്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. അവർക്ക് ഇപ്പൊ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവരുടെ അടുത്തൂടെ ചോദിക്കാം എങ്ങനെയുണ്ട് ഹാൽസ്റ്റാറ്റിന്റെ എക്സ്പീരിയൻസ്. അവരുടെ അടുത്തൂടെ നമുക്ക് ചോദിക്കാം. ജെൻസെ, എന്തുവാണ് ഹാൽസ്റ്റാറ്റിനെ കുറിച്ച് പറയാം? ഹാൽസ്റ്റാറ്റ് ഞങ്ങൾ കുറെ നാളായിട്ട് വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഇങ്ങ് പോകുന്നതാണ്. ഇപ്പം എല്ലാവർക്കും സൗകര്യമായിട്ടൊരു ദിവസം കിട്ടി. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് നല്ലൊരു ക്ലൈമറ്റും കൂടാണ്. അപ്പം അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. പക്ഷെ വിചാരിച്ചാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഞങ്ങളിപ്പോൾ താഴെ നിന്ന് നടന്നു കയറി പോരും ഇത് മുകളിലോട്ട്. അത്ര ടയർഡൊന്നും ആവത്തില്ല. എത്ര സമയം നടന്നു വരാനായിട്ട് ഏകദേശം 1/2 മണിക്കൂർ. ഓക്കെ. അപ്പൊ നടന്നു വരാനാണെങ്കിൽ 1/2 മണിക്കൂർ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേബിൾ കാറിന് മുകളിലോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ 18 യൂറോയാണ്. പേരെന്തുവാണ് ബ്രോ? ഫ്രിഡോൾ. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഈ സമ്മർ സമയത്ത് വരാൻ പറ്റിയ സ്ഥലമാണ് ഇത്. ഓക്കെ. ഞങ്ങള് ആനന്ദവേളകൾ ഉല്ലാസകരമാക്കാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. 10 പേരുണ്ട് കൂടെ. 10 പേര്. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു. ഹലോ, എൻ്റെ പേര് നിക്കിറ്റ. ഞാനിവിടെ ടൂറിസമായിട്ട് വന്നതാ മാഞ്ചസ്റ്ററിന്. നാട്ടില് കേക്കോട്ട തൃശ്ശൂരില് ആണ് എൻ്റെ വീട്. എൻ്റെ പേര് മിഥുൻ. ഞാൻ നാട്ടില് ട്രിവാൻഡ്രത്തുനിന്നാണ്. ഇവിടെ ഞാൻ കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി റിയലി പ്രെറ്റി ഹിയർ. ഹലോ, എൻ്റെ പേര് സാന്ദ്ര. ഞാൻ നാട്ടിൽ പെരുമ്പാവൂരാണ് സ്ഥലം. അതിൻ്റെ അടുത്ത് വല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. സോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇവിടെ ഹാൽസ്റ്റാറ്റിൽ വന്നേക്കാണ്. സോ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നടന്ന് ഒരു ഹാഫ് ആൻ അവർ, ഇച്ചിരി കൂടുതലെടുത്തു എന്നാണ് തോന്നുന്നത്. ഒരു റൗണ്ട് വേ ഉണ്ട്, അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ 1 hour എടുക്കും. എൻ്റെ പേര് ആൻ. നാട്ടില് തൃശ്ശൂരിൽ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്ത് കൊരട്ടിയിലാണ്. വിയനയിലാണ് താമസിക്കുന്നത്. പക്ഷെ ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് കുറെ നാളായിട്ട് ആക്ച്വലി ഒരു വർഷമായിട്ട് ഹാൽസ്റ്റാറ്റിൽ വരണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഫൈനലി ഒരു ദിവസം കണ്ടെത്തി. നടന്ന് ഒരു 1/4 മണിക്കൂർ നടന്ന് ഇറ്റ്സ് വർത്ത് ദ വ്യൂ. നിങ്ങൾ എന്തായാലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ വരാൻ പറ്റുന്നവർ എന്തായാലും വരാൻ മറക്കരുത്. അപ്പോ പിന്നെ കാണാം. ബൈ ബൈ. ഇവിടെ ഇപ്പോൾ 10:30 ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് ഇവിടെ തങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കാലിയാവും. വരുന്ന ആൾക്കാരെല്ലാം ഒരുപാട് ആൾക്കാരും വേറെയുള്ള പല സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് ഇവിടെ ഹാൽസ്റ്റാറ്റിൽ എൻജോയ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കായിട്ടൊക്കെ ഷെയർ ചെയ്തിടുക മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരെല്ലാം താഴെ കാണുന്ന ചുമന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സൈഡിൽ കാണുന്ന ബെൽ ഐക്കനൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ യൂറോപ്പിലുള്ള ഓരോ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോട്ടൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. ഫുള്ള് തളർന്ന് കേട്ടോ. അതുകൊണ്ടിട്ടാണ്. എന്തായാലും അടുത്ത സമയം കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല സമയം തരുന്നു. ബൈ ബൈ.